ജീവിതം തിരിച്ചുപിടിക്കാനുള്ള പെടാപ്പാടിലാണ് ശ്രീലങ്കൻ ജനത. ആ പോരാട്ടത്തിൽ ദിസാനായികയിൽ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിച്ചിരിക്കുകയാണവർ. സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച വിജയം നേടി ദിസാനായികയുടെ നാഷണൽ പീപ്പിൾസ് പവർ സഖ്യം ലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചു. തമിഴരെന്നും സിംഹിളരെന്നും ബുദ്ധിസ്റ്റുകളെന്നും ശ്രീലങ്കൻ മൂറുകളെന്നും പല വഴി പിരിഞ്ഞു നിൽക്കുന്ന ലങ്കൻ ജനത ഒറ്റസ്വരത്തിൽ ജനവിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതീക്ഷകളേറെ നൽകി അധികാരത്തിലേറിയ പ്രസിഡന്റ് ദിസാനായികയിൽ വിശ്വാസമർപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം. ദിസാനായിക പ്രസിഡന്റായി 7 ആഴ്ചക്കകം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടി നേടുന്ന ഏറ്റവും മികച്ച വിജയമാണ് നാഷണൽ പീപ്പിൾസ് പവർ സ്വന്തമാക്കിയത്. 225 അംഗ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം, 22-ൽ 21 ഇലക്ടറൽ ജില്ലകളിലും മുൻപിൽ. ഇതിൽ തമിഴ് ഭൂരിപക്ഷ ജില്ലയായ ജാഫ്നയും ഉൾപ്പെടും. തിരഞ്ഞെടുപ്പ് നടന്ന 196 സീറ്റിൽ 141ലും വിജയം. വോട്ട് നിരക്കിന്റെ അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളെ കൂടി നോക്കിയാൽ പാർലമെന്റിലാകെ 159 അംഗങ്ങളാകും NPPക്ക്. ദിസാനായികയുടെ ജനതാ വിമുക്തി പെരമുന നയിക്കുന്ന NPPക്ക് നിലവിലെ പാർലമെന്റിലുണ്ടായിരുന്നത് വെറും 3 അംഗങ്ങൾ. അവിടെ നിന്നാണ് ഈ കുതിച്ചുചാട്ടം. പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയുടെ SJPക്ക് കിട്ടിയത് 225-ൽ 40 അംഗങ്ങൾ. പോൾ ചെയ്തതിന്റെ 61.56% വോട്ട് നേടിയാണ് NPPയുടെ മുന്നേറ്റം. SJP 18% വോട്ട് നേടി. റെനിൽ വിക്രമസിംഗയുടെ UNPക്ക് കിട്ടിയത് 0.59% വോട്ടും 1 സീറ്റും. രജപക്സെയുടെ ശ്രീലങ്കൻ പീപ്പിൾസ് പാർട്ടിക്ക് 3% വോട്ടും 3 സീറ്റും. വടക്കേറ്റത്തുള്ള ജാഫ്നയിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു സിംഹള ഭൂരിപക്ഷ പാർട്ടി മേധാവിത്വം നേടുന്നത്. ഇവിടെ 80,000-ലേറെ വോട്ടും 3 സീറ്റും NPP നേടി. തമിഴ് പാർട്ടിയായ ഇളങ്കൈ തമിഴ് അരശു കടച്ച് നേടിയത് 63,000-ഓളം വോട്ടും 1 സീറ്റും. ബട്ടികലോവ ജില്ലയിൽ മാത്രമാണ് NPP രണ്ടാമതായത്. ഇവിടെ തമിഴ് അരശു കടച്ച് 3 സീറ്റ് നേടി മുന്നിലെത്തി. വിക്രമസിംഗയും രജപക്സെ സഹോദരങ്ങളും ഒന്നും മത്സരത്തിനിറങ്ങാത്ത തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. പല പ്രമുഖ MPമാരും തോൽവി രുചിച്ചു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ദിസാനായികയെ പിന്തുണയ്ക്കാത്ത മുസ്ലിം തമിഴ് വിഭാഗങ്ങൾ വരെ ഇത്തവണ NPPക്ക് വോട്ട് ചെയ്തു. വിവിധ വിഭാഗങ്ങളെ തമ്മിലെടുപ്പിച്ച് നേട്ടമുണ്ടാക്കിയ രാഷ്ട്രീയകാലം കഴിഞ്ഞെന്ന ദിസാനായികയുടെ പ്രഖ്യാപനം ജനങ്ങൾ ഏറ്റെടുത്തു. തമിഴ് വിരുദ്ധമായ മുൻകാല നിലപാടുകൾക്ക് വിമർശനം കേൾക്കുന്ന ദിസാനായികയുടെ പാർട്ടിക്ക് പക്ഷഭേദമില്ലാതെ തന്നെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുമോ എന്നാണ് ഇനി കാണേണ്ടത്. ജനസംഖ്യയുടെ 4/1 പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. സാമ്പത്തിക വളർച്ചാ നിരക്ക് 2%. കടുത്ത വിലക്കയറ്റവും ഭക്ഷ്യ ഇന്ധനക്ഷാമവുമെല്ലാം ഞെരുക്കുകയാണ് ലങ്കൻ ജനതയെ. അധികാരത്തിലിരുന്നവരുടെ അഴിമതിയിലും ദുർഭരണത്തിലും പൊറുതിമുട്ടിയാണ് രാഷ്ട്രീയ മാറ്റത്തിന് ശ്രീലങ്കൻ ജനത തെരുവിലിറങ്ങിയത്. സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥിരം പാർട്ടികളെ തള്ളിയ ലങ്കൻ ജനത ദിസാനായികയെ തെരഞ്ഞെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാനുള്ള നയം നടപ്പാക്കാൻ ദിസാനായികയ്ക്ക് പാർലമെന്റിലും മേൽക്കൈ വേണമായിരുന്നു. ഇതാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്താൻ ദിസാനായികയെ പ്രേരിപ്പിച്ചത്. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിച്ചു ലങ്കൻ ജനത.